എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നതൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ദേവയാനിയും പിന്നെ നമ്മുടെ നയനയും കൂടെ പലഹാരങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവയാനി, അതെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നവ്യയ്ക്കൊരു കുഞ്ഞ് ജനിക്കും. അല്ല, എൻ്റെ മരുമോൾക്ക് എപ്പോഴാണ് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുന്നേ? എനിക്കെപ്പോഴാണ് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ ഒന്നെടുത്ത് താലോലിക്കാൻ പറ്റുന്നേ? എൻ്റെ അമ്മേ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ, ആ സമയത്ത് നടക്കും. അതെന്താ അങ്ങനെ? കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് നിങ്ങൾ വെച്ചോ? അത് കേട്ടതും അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഇപ്പോൾ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ആദ്യമൊക്കെ എനിക്ക് അമ്മയോട് സ്നേഹമായിരുന്നെങ്കിലും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അമ്മയുടെ സ്നേഹം കിട്ടാൻ ഒരുപാട് കൊതിച്ചു. അങ്ങനെയുള്ള സമയത്ത് അമ്മയുടെ മനസ്സിലെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കടുത്ത തീരുമാനം എടുത്തു അമ്മേ. എന്താ അത് അമ്മ എന്നെ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്നേഹം ഞാൻ ആദ്യം കുറേ അനുഭവിക്കട്ടെ, അതിന് ശേഷം മതി എനിക്കൊരു കുഞ്ഞ്. കാരണം ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം അങ്ങോട്ട് പോയില്ലേ. അതുകൊണ്ട് അമ്മയുടെ സ്നേഹം ആവശ്യത്തിന് ഞാൻ ആസ്വദിക്കും. അത് കഴിഞ്ഞിട്ട് മതി എനിക്കെല്ലാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കൊരു കുഞ്ഞാവെ കൊഞ്ചിക്കണം. ദേ, എൻ്റെ പേരക്കുട്ടിയെ കൊഞ്ചിക്കുമ്പോഴേ അതിൻ്റേതായ ഒരു സുഖം ഒന്ന് വേറെ മോളെ. അതുകൊണ്ടല്ലേ അമ്മ പറയുന്നേ? ശരി അമ്മ, ഞാനും ആദർശനോട് പറയാം. ഇല്ല, നീ പറയണ്ട, ഞാൻ തന്നെ പറയാം. ഇനിയിപ്പോൾ ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് നല്ല കഥ. എന്തും പറഞ്ഞു പോയി പറയും? എങ്ങനെ പോയി പറയും? ഓ, അത് ശരിയാണല്ലേ. ഞാനതാകെ അങ്ങ് മറന്നു. സാരമില്ല, എന്തായാലും മോള് തന്നെ പറഞ്ഞാൽ മതി. ആദർശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരി ഗ്രേസി, അവളൊരു ഗൈനക്കോളജിസ്റ്റാണ്, അവളെ പോയി കാണാം. അത് കേട്ടതും ശരി അമ്മേ, ഞാൻ സംസാരിക്കാം, അമ്മ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ട് പോകുന്ന സമയത്ത് നയന ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. എന്താ, ഗുഡ് നൈറ്റ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നയന പോവുക. ഈ സമയം ദേവയാനി ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുകയാണ്. പാവം എൻ്റെ മരുമോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിൻ്റെ തോളത്ത് ചാഞ്ഞു കിടന്നിട്ട് നമ്മുടെ നയന മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയൊക്കെ ആഗ്രഹം പറഞ്ഞ സത്യമല്ലേ ആദർശേട്ടാ? എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? നവേച്ചിക്ക് ഒരു കുഞ്ഞ് ആവാറായി. ആ സമയത്ത് ആദർശേട്ടനെയാണ് ഇവിടെയുള്ളവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് മോഹം ഉണ്ടാവും. അത് ശരിയാ നയനെ. ഇനിയിപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും വയസ്സായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു കുഞ്ഞിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിപ്പോൾ. ഇപ്പോൾ നടന്നാലല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ചേർത്ത് പിടിക്കുക. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് നയനെ. എന്താ, നീ വിശേഷം അറിയിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ അമ്മയുടെ ഈ ദേഷ്യമൊക്കെ അങ്ങ് മാറും. ചില അമ്മമാരും അച്ഛന്മാരൊക്കെ അങ്ങനെയാണ്. എത്ര ദേഷ്യം പിടിച്ചാലും മരുമോൾ വിശേഷം അറിയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവരുടെ ദേഷ്യമൊക്കെ അങ്ങ് മാറും. പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എല്ലാം അവസാനിപ്പിച്ച് അവർ വഴിയെ വന്നോളൂന്നേ. ഇതൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. സത്യമാണ് ആദർശേട്ടാ, പിന്നല്ലാതെ. ഇപ്പം തന്നെ ഈ പ്രണയിച്ച് ഓടിപ്പോകുന്നവരൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ മിണ്ടത്തുമില്ല, വീട്ടിനകത്ത് കയറ്റത്തുമില്ല. പക്ഷെ മകളൊന്ന് ഗർഭിണിയായെന്നെങ്ങാനും അറിഞ്ഞാലോ ഓടി അങ്ങ് ചെല്ലും, എല്ലാ വഴക്ക് പ്രശ്നങ്ങളും അവസാനിപ്പിച്ച്. അതാ ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളോടെ ഈ വയസ്സായവർക്ക് താല്പര്യം കൂടുതലാണ്. അതുകൊണ്ട് എന്തായാലും മോള് നോക്കിക്കോ, ദേ നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറയണം. അത് കേട്ടതും അങ്ങനെ നടന്നാൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അതുമാത്രമല്ല, അങ്ങനെ നടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞിനെ വേണം ആദർശേട്ടാ എന്നും പറഞ്ഞ് നയന ആദർശിനെ ഇറുക്കി ചേർന്ന് കിടക്കുക. ആദർശും നയനയെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തതും അനന്തപുരി തറവാട് അങ്ങനെ ജ്വലിച്ച് നിൽക്കുക, നല്ല ഭംഗിയോടെ തിളങ്ങി വെള്ള പെയിൻ്റൊക്കെ അടിച്ച്. അപ്പോഴേക്കും നവ്യാണ് കാണിക്കുന്നത്. നയനം ആദർശം മേടിച്ചു കൊടുത്ത സാരി ഉടുത്ത്, നയനയും ദേവയാനിയും മേടിച്ചു കൊടുത്ത സാരി ഉടുത്ത് നവ്യ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുക. അപ്പോഴേക്കും അബി, എന്തായാലും കാലത്ത് എഴുന്നേറ്റല്ലോ, അല്ല ഇന്നത്തെ ദിവസം മുഴുവൻ നീ ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടതും അതെന്താ നവ്യ നീ അങ്ങനെ ചോദിച്ചേ? ഞാനെവിടെ പോകാനാ? അല്ല, പതിവായിട്ട് നീ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ എങ്ങോട്ടെങ്കിലും മുങ്ങും, അതുകൊണ്ടാണ് ചോദിച്ചത്. ദേ നവ്യെ, ഇങ്ങനെയൊന്നും പറയരുത്, ഇതൊക്കെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫോൺ കോൾ വരിക. അനഘാന്ന് അതിൽ സേവ് ചെയ്തിട്ട് 2 ഹാർട്ടിൻ്റെ ചിഹ്നവും. അത് കണ്ടതും നവ്യ, ആരാത്? അത് എൻ്റെ ഒരു ഫ്രണ്ടോ? എന്നാൽ പിന്നെ ഇവിടെ നിന്ന് സംസാരിക്കും. ഞാൻ പുറത്തുനിന്ന് സംസാരിച്ചോളാം. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയോ? ഞാൻ പോയിട്ട് മതിയായിരുന്നില്ലടാ ഇതൊക്കെ.
അതെന്താ ഞാൻ പോകുന്നതിന് മുമ്പ്? അത് കേട്ടതും ദേ നവ്യെ, ഇതുപോലെ സംശയങ്ങൾ വെച്ച് സംസാരിക്കുന്നത് ശരി. മനസ്സിൽ സംശയം വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നീ ഒന്ന് സൂക്ഷിക്കണം. ദേഷ്യത്തിൽ പലതും വിളിച്ചു പറഞ്ഞാലും അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എടാ, നിന്നെ ഞാൻ സംശയിക്കുന്നതിൽ കാര്യമുണ്ട്. നീ അതുപോലെയുള്ള സ്വഭാവമുള്ളവനാ. ആദർശേട്ടനും അഭിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നവരാ. അങ്ങനെയുള്ളപ്പോൾ നിന്റെ സ്വഭാവത്തിൽ എന്തായി മാത്രം ഇത്രയും ഇത് വശപശക്? നീ ഇത്രയും വഴിതെറ്റിയത് എങ്ങനെയാ? അല്ലെങ്കിൽ നീ ഈ തറവാടിൻ്റെ രക്തബന്ധം അല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. രക്തത്തിൽ കലർന്നതല്ലേ നടക്കൂ എന്നൊക്കെ. അപ്പോഴേക്ക് വീണ്ടും വീണ്ടും ഫോൺ വരിക. അപ്പോൾ അഭി അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ നവ്യ തടയുക. നിൽക്കവിടെ, ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. നിൻ്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? ആരാണെങ്കിലും നീ ഇവിടെ നിന്ന് സംസാരിക്കേ. എൻ്റെ നവ്യെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയ പാർട്ടി തരാമെന്ന്. അതുകൊണ്ട് അവന്മാർ വിളിക്കുന്നേ. ഞാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണോ നീ പാർട്ടി കൊടുക്കുന്നത്? എൻ്റെ ഈശ്വര, ഞാൻ നിന്നെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ് പുറത്തേക്ക് പോകുന്നത്. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ബാക്കിയുള്ള എല്ലാവർക്കും ഈ വീട്ടിനകത്ത് റേഞ്ചുണ്ട്, നിനക്ക് മാത്രം എന്താടാ ഇല്ലാത്ത? നീ ഒന്ന് മാറി നിൽക്കും നവ്യെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യെ പിടിച്ചു മാറ്റി അഭി പുറത്തേക്ക് പോവുക. എന്തൊരു കഷ്ടമായത്. ഇവനെപ്പോലെ ഒരുത്തനാണല്ലോ ഈശ്വരൻ്റെ ഭർത്താവായിട്ട് വന്നത്. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക. നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് അഭി ഫോൺ എടുക്കുക. ഹലോ അനഘ, നിനക്ക് എന്താടാ ഫോൺ എടുക്കാനൊരു പ്രയാസം? ഒന്നുമില്ല അനഘ, ഇത്തിരി തിരക്കായിരുന്നു. തിരക്കൊക്കെ മാറ്റി വെച്ചോ. അതെ, എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇന്ന് തന്നെ കാണണം. എന്താ അനഘ നീ പറയുന്നത്? ഇന്ന് തന്നെയോ? ഇന്ന് പറ്റില്ല അനഘെ, മറ്റേതെങ്കിലും ഒരു ദിവസം പറ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇന്ന് തന്നെ കാണണം. എന്താ, ഇന്ന് നിൻ്റെ കല്യാണമാണോ? അത് കേട്ടതും അല്ല അനഘെ, ഈ വീട്ടിൽ ഇന്നൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എന്ത് ഫംഗ്ഷൻ? അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. എന്തായാലും ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് തിരക്കാനകെ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കാനകെ. അങ്ങനെ നിന്നോട് ക്ഷമിക്കാനോ നിൻ്റെ പഞ്ചാര വർത്താനം കേട്ട് വിട്ടുപോകാനോ വന്നതല്ലടാ ഞാൻ. എനിക്ക് നിന്നെ കണ്ട് സംസാരിച്ചേ മതിയാകൂ. ഇന്ന് നിനക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് നിൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമല്ലേ, ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ. അന്നേരം ഞാൻ അവിടെ വന്ന് അവിടെയുള്ളവരോട് സംസാരിച്ചോളാം. അത് കേട്ടതും അയ്യോ എന്തിന്? പിന്നെ ഞാൻ വിളിച്ചിട്ട് നീ വരുന്നില്ല. അപ്പം പിന്നെ അനന്തപുരിയിലേക്ക് വരുന്നത് തന്നെയല്ലേ നല്ലത്. എന്തായാലും അവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാൻ പറ്റും. നിൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അതിന് നിൻ്റെ മുഖച്ഛായ ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല എന്നൊക്കെ പറയാം. അത് കേട്ടതും അഭി ഞെട്ടുക. അനഘേ, നീ ഇങ്ങനെയൊന്നും പറയരുത്, എൻ്റെ കുടുംബം നശിപ്പിക്കരുത്. നിൻ്റെ കുടുംബം നശിപ്പിക്കാൻ പാടില്ല അല്ലേ? നിനക്ക് എൻ്റെ കുടുംബം തകർക്കാം. നീ എന്നെ സ്നേഹിച്ചു, എൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ തന്നു, എന്നിട്ട് നീ എന്നെ ഈസി ആയിട്ട് തള്ളിക്കളഞ്ഞു. എടാ, ഒരുത്തിയുടെ പിന്നാലെ സ്നേഹമായിട്ട് ചെന്ന ആ സ്നേഹം അവൾ ഏറ്റെടുത്ത് എല്ലാം മനസ്സ് തുറന്ന് സംസാരിച്ച് നിനക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? ആണായ ഒരുത്തൻ ചെയ്യേണ്ടത് നിൻ്റെ സ്നേഹത്തിൻ്റെ പാതി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നീ ഉറപ്പായിട്ട് ഏറ്റെടുത്തിരിക്കണം. അതാടാ യഥാർത്ഥ ആണിൻ്റെ ലക്ഷണം. അല്ലാതെ നിന്നെപ്പോലെ പെണ്ണ് ഗർഭിണിയായി പറഞ്ഞ ഇട്ടേച്ച് പോകുന്ന കൂട്ടത്തിലുള്ളവന്മാരെ ആണും പെണ്ണും കെട്ടവന്മാരാടാ. അനഘേ, നീ എന്ത് വേണേലും പറഞ്ഞോ, അതൊക്കെ ഞാൻ കേൾക്കാം. പക്ഷെ ഇന്ന് വരാൻ മാത്രം പറയരുത്. നീ ഇന്ന് വന്നില്ലെങ്കിൽ എൻ്റെ മോളെയും കൂട്ടി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുവാടാ. വരാൻ വഴി അറിയില്ലെങ്കിലും അനന്തപുരിയിലെ അനന്തമൂർത്തി സാറിൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ ആരാണേലും പറഞ്ഞുതരും. ആർക്കും അറിയാതില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അനഘ ഫോൺ കട്ട് ചെയ്യുക. എന്തൊരു കഷ്ടമായത്. എനിക്കാണെങ്കിൽ ഒരു രക്ഷയില്ലല്ലോ, എന്താ ചെയ്യുക? പോകാതെ വേറെ വഴിയില്ല. ഇവള് മനുഷ്യനാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അകത്തേക്കല്ല. സംസാരിച്ച് കഴിഞ്ഞോ എന്നും ചോദിക്കുകയാണ്. കഴിഞ്ഞു. എന്താ കാര്യം? അതെ, അവന്മാർക്ക് ഞാനിന്ന് കുടിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ അവന്മാർ സ്കോച്ചും ബ്രാൻഡിയൊക്കെ ചോദിക്കുക. അത് കേട്ടതും എന്താണ് ഇത്? ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ കുടിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതെ, ആദർശേട്ടനും മുത്തശ്ശനും ഒന്നും ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് നല്ലത്. അത് കേട്ടതും അല്ല നവ്യ, ഇവിടെ വെച്ചതൊന്നും പറ്റില്ല. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. നീ എങ്ങാനും പുറത്ത് പോയി കുടിച്ചിട്ട് വന്നാണ് പാതിരാത്രി ആകുമ്പോഴേ നീ വരും. പിന്നെ ഞാനിവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അത് നടക്കില്ല. നീ കുടിച്ചിട്ട് വരാനാണ് പോകുന്നതെങ്കിൽ ഞാൻ സമ്മതിക്കുകയില്ല. അത് കേട്ടതും നവ്യ, ഞാനൊന്ന് പോയിട്ട് വരാം. എൻ്റെ ഫ്രണ്ട്സുകൾ എന്നെ കാണണമെന്നും പറഞ്ഞ് കാത്തിരിക്കുക. നീ എന്തിനാ പോകുന്നതെന്ന് എനിക്കറിയാം. അയ്യോ, എൻ്റെ സുന്ദരിയായ ഭാര്യയ്ക്ക് ഒരു 5 മുഴം മുല്ലപ്പൂ മേടിക്കാനാണ് ഞാൻ പോകുന്നത്. മുല്ലപ്പൂവോ? അതെ, ഉള്ളത് പറയാലോ നവ്യേ. ഈ സാരി മേടിച്ചു തന്നത് നിൻ്റെ അനിയത്തിയാണെങ്കിലും ഇത് ഉടുത്തപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗി. പക്ഷേ എന്തോ ഒരു കുറവ് ഞാൻ നിൻ്റെ മുഖത്ത് കണ്ടു. അതെനിക്ക് മനസ്സിലായത് മുല്ലപ്പൂ ആണെന്നാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വരാമെന്ന്. നീ തന്നെയാണോ ഇത് പറയുന്നേ?
എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുറത്തു പോകാനുള്ള നിൻ്റെ അടവായതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയ്യോ അല്ല, അങ്ങനെയൊന്നും അല്ല, ഞാൻ പറഞ്ഞ സത്യം. നിനക്ക് കുറച്ച് മുല്ലപ്പൂ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അത് കേട്ടതും എനിക്ക് മുല്ലപ്പൂൊന്നും വേണ്ട, ഈ ഇന്നത്തെ ദിവസം നീ കൂടെ ഉണ്ടായാൽ മതി. അത് കേട്ടതും അത് പറ്റില്ല, എൻ്റെ ഭാര്യയൊക്കെ മുല്ലപ്പൂ ഒന്നും മേടിച്ചു തരുന്നില്ല എന്നുള്ള പരാതി അങ്ങ് തീരും. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം നവ്യ. പിന്നെ കുടുംബക്ഷേത്രത്തിലൊന്ന് കയറണം, ഒന്ന് തൊഴണം. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ. നീ പോകുന്നതേ ഞങ്ങൾക്ക് ഒരാപത്ത് സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാനല്ല, പ്രസവത്തോടെ അമ്മയും കുഞ്ഞും മരിച്ചു പോണേന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. അത് കേട്ടതും ഈശ്വര, എത്ര കൃത്യമായിട്ടാണ് ഇവൾ പറയുന്നത്. ഓ, ഇവള് ആള് കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല നവ്യ, ഞാനൊന്ന് പോയിട്ട് വരാം. ശരി ശരി, പെട്ടെന്ന് വന്നോളാം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നും പറയുക. അപ്പോഴേക്കും അഭി പോകുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയെയും നയനയും ജലജയും ജാനകിയൊക്കെയാണ്. അവരിങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പലഹാരങ്ങളെല്ലാം റെഡിയാ. ഇനി നിൻ്റെ വീട്ടിൽ പോയി കഴിയുമ്പോൾ അവൾക്ക് വല്ലതും കഴിക്കാൻ കിട്ടിയാൽ മതി. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എൻ്റെ അമ്മയും ഇതുണ്ടാക്കാൻ ഒട്ടും പുറകിലൊന്നുമല്ല. അമ്മയ്ക്കും എല്ലാം ഉണ്ടാക്കാൻ നന്നായിട്ടറിയാം. ഞാനും എൻ്റെ ചേച്ചിയും അവിടെ പോയി നിൽക്കുന്നില്ല എന്നുള്ള പരാതിയെ അമ്മയ്ക്കുള്ളൂ. അത് കേട്ടതും എന്നാൽ പിന്നെ നീ ഇവിടെ പോയിക്കോ. അതെങ്ങനെ ഞാൻ പോകാനാ? ഞാൻ പോകുന്നത് ഇവിടെ ചിലവർക്ക് ഇഷ്ടമല്ലല്ലോ. എനിക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല. പിന്നെ നീ പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ വിഷമിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ നിന്നെ തടയുന്നത്. അതുകൊണ്ട് നീ ഇപ്പം പോയാലും മോനോട് ചോദിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ അഭി ആ വഴി വരിക. അഭി വന്നതും അല്ല, ഇതെവിടെ പോകുന്നു? അതും ഈ സമയത്ത് നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേടാ. അത് പിന്നെ അമ്മേ, ഞാനേ അവൾക്ക് ഇത്തിരി മുല്ലപ്പ് മേടിക്കാൻ പോവുക. മുല്ലപ്പോ എന്തിന്? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നല്ല ഫ്രഷായ മുല്ലപ്പ് മേടിച്ചു കൊടുക്ക്. എന്നാലല്ലേ അവളുടെ തലയിൽ വെച്ചാൽ അത് വാടിപ്പോകും. അത് കേട്ടതും നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ ചേച്ചി മുല്ലപ്പ് വെച്ചില്ലെങ്കിലും കാണാൻ സുന്ദരി തന്നെയാണ്. അതുകൊണ്ട് മുല്ലപ്പൂവിൻ്റെ ആവശ്യമൊന്നും എൻ്റെ ചേച്ചിക്കില്ല. എടാ അഭി, ഇന്നത്തെ ദിവസം നീ എവിടെയും പോകണ്ട, ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? ഇല്ല അമ്മായി, എൻ്റെ അഭിക്ക് മുല്ലപ്പ് വെച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അവളെ എല്ലാത്തിലും ഓക്കെയാ, പൂ മാത്രം തലയിലില്ല. അതുകൊണ്ടാണ് മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചേ. പിന്നെ കുടുംബക്ഷേത്രത്തിലൊന്ന് കയറണം. നീ ആകെ മൊത്തത്തിൽ മാറിയോടാ എന്നും ജാനകിയുടെ ചോദ്യം. അത് കേട്ടതും അത് പിന്നെ ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവുമല്ലേ അമ്മായി, അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പം മാറിയല്ലേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി അങ്ങ് പോകാനൊരുങ്ങാം. പെട്ടെന്ന് പോയിട്ട് വരണേ. ശരി അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക. അഭി പോയി കഴിഞ്ഞതും അവൾക്കിനി മുല്ലപ്പ് വയ്ക്കാത്തതിൻ്റെ കുറവും കൂടിയേ ഉള്ളൂ. ഒരിത്തിരി മുല്ലപ്പ് മേടിച്ചു കൊടുത്താലല്ലേ ഭംഗി കൂടൂ. അതെ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. മുല്ലപ്പ് വെച്ചില്ലെങ്കിലും എൻ്റെ ചേച്ചിയെ കാണാൻ നല്ലതാ, നിങ്ങളെക്കാളും സുന്ദരിയാ എന്നൊക്കെ പറയാം. മതിയടി, നീ എന്നെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. അത് കേട്ടതും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ ചോദിച്ചു മേടിക്കുന്നത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കേട്ട് ആസ്വദിക്കുക ദേവയാനി. ഈ സമയമാണെങ്കിൽ പിന്നീട് അനഘയാണ് കാണിക്കുന്നത്. അനഘ റോഡരികിൽ കാത്തു നിൽക്കുക. ആ സമയത്ത് അഭി കാറിൽ നിന്നിറങ്ങി. അഭിയെ കണ്ടതും അനഘയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അഭി ചിരിക്കുന്നില്ല, അനഘ നന്നായിട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവളെ ഒഴിച്ചുവിടണമെന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. എന്താ അനഘേ, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുന്നേ? എടാ, ഞാനിവിടെ നിന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പോകുമ്പോഴേ നിന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു, എൻ്റെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകും, എന്നിട്ട് അതിന് ശേഷം അതിനെ ഞാൻ നല്ല രീതിയിൽ നോക്കും, അതിൻ്റെ അച്ഛനാരാണെന്ന് പറഞ്ഞു കൊടുക്കാതെ വളർത്തുമെന്ന്. പക്ഷേ എനിക്ക് പുറത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്നും എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണമെന്നും ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ? അത് കേട്ടതും നമ്മുടെ അഭി ഞെട്ടി. ഞാനെങ്ങനെ ഏറ്റെടുക്കാൻ അനഘേ? അനന്തപുരിയിൽ ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ആ കുഞ്ഞിനെ കൊണ്ട് പോയി എന്ത് പറയാൻ പറ്റും? നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ട് നീ പോയാൽ മതി. എൻ്റെ അനഘേ, എനിക്ക് പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ ഒരു ജോലി ഞാൻ ശരിയാക്കി തരാം, അല്ലെങ്കിൽ മാസ വരുമാനം ഞാൻ തരാം, നിനക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഇട്ട് തരാം. നീ എന്നെ ശല്യം ചെയ്യരുത്. ഒന്ന് പോടാ, എനിക്കതൊന്നും വേണ്ട. എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം എനിക്കിപ്പോൾ വലുത്. എനിക്കുള്ളതേ ഒരു പെൺകുഞ്ഞാണ്. ആ പെൺകുഞ്ഞിന് സമാധാനത്തോടെയും സുഖത്തോടെയും ജീവിക്കണമെങ്കിൽ നിൻ്റെ തറവാട് തന്നെ പറ്റൂ, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. അല്ല, നീ എന്താ ഇപ്പോൾ പണിക്ക് പോകാത്തെ? എനിക്കിപ്പോൾ പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. നിനക്ക് വല്ല അസുഖമാണോ? അതൊന്നും ഞാൻ നിന്നോട് ഇപ്പോൾ പറയുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് നീ അങ്ങോട്ട് പോകണം. അയ്യോ അനഘേ, അത് പറ്റില്ല അനഘേ. അതെന്താ, ഇന്നവിടെ വല്ല ഫംഗ്ഷനും ഉണ്ടോ? ഉണ്ട്. എന്താ അത്? അത് എന്നെ ചില ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. എനിക്ക് അപ്പോഴേ മനസ്സിലായടാ അതിൻ്റെ പരുങ്ങൽ കണ്ടപ്പോൾ. നീയേ എന്നെ ഉപേക്ഷിച്ച് വേറൊരുത്തിയുടെ മുമ്പിൽ
തലകുനിക്കാൻ നോക്കുക അല്ലേ, സമ്മതിക്കില്ലടാ ഞാൻ എന്നൊക്കെ പറയാടാ. നീ ആണും പെണ്ണും കെട്ടവനാടാ, നിന്നെപ്പോലെ ഒരുത്തന് ഈ ലോകത്തുണ്ടെങ്കിലേ പെൺകുട്ടികളുടെ കാര്യം പോക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റപ്പെടുത്തുക. ഈ സമയം അഭിയോട്, എടാ നീ നമ്മുടെ മോളുടെ പേരെന്താന്ന് ചോദിച്ചോ? എന്താ പേര്? ഓ, ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. പേര് ചാന്ദിനി എന്നാ, ചന്തു എന്ന് വിളിക്കും. അത് കേട്ടതും ആ കൊള്ളാലോ, നല്ല പേര് എന്നും അഭി. ഈ സമയമാണെങ്കിൽ പേരൊക്കെ നല്ലത് തന്നെയാണ്, എൻ്റെ കുഞ്ഞും നല്ലതാ, എൻ്റെ കുഞ്ഞിനെ മര്യാദ ഏറ്റെടുക്കണം. എൻ്റെ അനഘെ കുഞ്ഞിനെ നോക്കാൻ പോലും കഴിയാതെ നിനക്ക് എന്ത് അസുഖമുള്ളത് പറയണോ? എടാ നിന്നോട് ഞാൻ പറയണോന്ന്. എന്നാ പറയാം, നമുക്ക് കുറച്ചു നേരം മാറി ഇരുന്ന് സംസാരിക്കാം, നീ വാ. അയ്യോ എനിക്ക് പോയിട്ട് തിരക്കുണ്ട് അനഘെ, എനിക്ക് ഒട്ടും സമയമില്ല. അങ്ങനെ നിന്നെ വിടുന്ന പ്രശ്നമില്ല, എന്നെ ഒരുപാട് കരയിച്ചതല്ലേ, അങ്ങനെയുള്ളപ്പോൾ നീയും ഇവിടെ ഒന്ന് ടെൻഷൻ അടിക്കുക, നിന്നെ കാത്തിരിക്കട്ടെ നിൻ്റെ വീട്ടുകാർ എന്നും പറഞ്ഞുകൊണ്ട് അനഘ ഇങ്ങനെ വാശി പിടിക്കുക. അത് കേട്ടതും അഭി ഞെട്ടുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ